ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇവിടെ അടുത്ത് പോത്തങ്കോട് മാർക്കറ്റിൽ പോവുകയാണ്. അപ്പം രാവിലെ ഒരു 7:45 ഞാനും ഏട്ടനും മോനും കൂടി ഇവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അധികം തിരക്കില്ലാതെ ആ മാർക്കറ്റൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചു. ഞങ്ങൾ ഇതുവരെ അവിടെ പോത്തൻകോട് മാർക്കറ്റിൽ പോയിട്ടില്ല. ഇവിടെ ചന്തവിള മാർക്കറ്റിൽ മാത്രമേ പോയിട്ടുള്ളൂ. മാർക്കറ്റല്ല, ചന്തയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ എടുത്തു. രാവിലത്തെ ഒരു ഫ്രഷ് അല്ലേ, അപ്പോൾ ആ ഫ്രഷായി നിൽക്കുമ്പോൾ എല്ലാം ഒന്നും കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നമ്മുടെ കോഴിക്കോടുള്ള പാളയം മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയ മാർക്കറ്റാണ്. പാളയം നല്ല വലിയ മാർക്കറ്റല്ലേ കോഴിക്കോടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ മാർക്കറ്റാണ്. അപ്പം അതാ പോത്തങ്കോട് ജംഗ്ഷൻ എത്തി. പോത്തങ്കോട് ബസ് സ്റ്റാൻഡാണ് ഇത്. പോത്തങ്കോട് ബസ് സ്റ്റാൻഡാണ്. ഇതാണ് പോത്തങ്കോട് ബസ് സ്റ്റാൻഡ്. അപ്പം ഇവിടുന്ന് നെക്സ്റ്റ് ലെഫ്റ്റാണ് നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. ഒരു 3-4 തവണ ഞാൻ ഇതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് മാർക്കറ്റിലേക്ക് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. അന്നപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും പോകുമല്ലേ, അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇതാണ് മാർക്കറ്റ്. കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഉള്ളത്. ഒരു സാധനവും വാങ്ങാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അപ്പം നാട്ടിലൊക്കെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനമാണ് ചക്ക. ഇവിടെ ചക്ക തൂക്കി വിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ എല്ലാവരും പോകുമ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഇത് വാങ്ങിക്കോ, നല്ലതാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് മീൻ മാത്രം വാങ്ങണം എന്നാണ് വീട്ടിൽ നിന്നേ പറഞ്ഞത്. അങ്ങനെ ചക്ക മുറിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മാർക്കറ്റിൽ തുണികളും ഉണ്ട് കേട്ടോ. തുണികളും വിൽക്കുന്നുണ്ട് ചില ചേച്ചിമാർ. പിന്നെ അത്ര നല്ല വൃത്തിയൊന്നുമില്ല, കാരണം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്ര വൃത്തിയില്ല. പിന്നെ അതും പോരാഞ്ഞിട്ട് തലേന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് ചളിവിളിയായി കിടക്കുകയാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ നടക്കണം. അങ്ങനെ കുറച്ച് ഓരോ ഷോപ്പൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ നിറയെ ഷോപ്പുകളാട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പച്ചക്കറീൻ്റെ തന്നെയാണ്, ഫുള്ള് ഷോപ്പാണ്. അപ്പം ഈ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. അന്നപ്പം അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ ഓരോ സാധനങ്ങൾ കണ്ട് അങ്ങനെ ഉള്ളി വാങ്ങി, ഉരുളക്കിഴങ്ങ് വാങ്ങി, പിന്നെ ചെറിയുള്ളി വാങ്ങി, പിന്നെന്താ വഴുതിന വാങ്ങി, അപ്പം പിന്നെ 2-3 നെല്ലിക്ക വാങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഒരു വഴുതിന വാങ്ങുമ്പോൾ പറഞ്ഞു ഇത് ഒരു വലിയ ടൈപ്പ് ബജി വഴുതിനയാണെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാണ് ബജി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊന്നും എടുത്തു. പിന്നെ കുഞ്ഞി കയ്പ കണ്ടപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് എടുത്തതാണ്. പിന്നെ ഞങ്ങളിതാ മീൻ വാങ്ങാൻ പോയി. മീൻ നോക്കുമ്പോൾ ചൂരയാണ് നല്ല ഫ്രഷായിട്ട് തോന്നുന്നത്. ഇവിടെയൊക്കെ ഫ്രഷായിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ മണ്ണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫ്രഷാണെന്നാണ്. ഐസ് ഇട്ടിട്ടില്ല, മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രഷാണെന്നാണ് പറയാം. അങ്ങനെ ഞങ്ങൾ ഒരു ചൂര വാങ്ങി. അങ്ങനെ ചൂര വാങ്ങി. ഞങ്ങൾ വാങ്ങിയ ചൂര കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ നോക്കി. അങ്ങനെ ചൂരയൊക്കെ ചേട്ടൻ നല്ലോണം പാക്കാക്കി ഒരു കവറിലിട്ട് തന്നു. അപ്പോൾ അത് പാക്കാക്കി കാശ് കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് ആ മീനൊക്കെ, പിന്നെ ഹോട്ടലിലേക്ക് വേണ്ടി കുറച്ച് ചേട്ടന്മാർ അവിടെ മീൻ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ. അങ്ങനെ അവിടുന്ന് മീനും വാങ്ങി, മീനിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിതാ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു സാധനവും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.